ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ കണ്ണൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. ആക്ച്വലി നാളെയാണ് 18-ാം തീയതിയാണ് അവൻ്റെ ബർത്ത്ഡേ. പക്ഷെ നമ്മൾ ഒരു സർപ്രൈസ് ആയിട്ട് അവന് 17th ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ കല്ലമ്പാറയിലുള്ള കലീനോ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ പോയിട്ട് ഞാൻ പപ്പയും കൂടെ പോയിട്ട് അവിടെ നിന്ന് സെറ്റാക്കി ഒരു 7 o'clock നമ്മൾ പാർട്ടി പറഞ്ഞത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ സെറ്റാക്കി. ഇപ്പോൾ കണ്ണൻ ഇവിടെ ഇല്ല. ആക്ച്വലി ഞാൻ ഓൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ വിട്ടിരിക്കുകയാണ്. നമ്മൾ ഫാമിലി എല്ലാവരും ഉണ്ട്. പിന്നെ അവൻ്റെ ഒരു 10 ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ അതിലൊരു ഫ്രണ്ടിൻ്റെ കൂടെ അവനെ പറഞ്ഞയച്ചിരിക്കുകയാണ്. അവരൊരു 5:30 ആകുമ്പോൾ ഇവിടുന്ന് പോയി. ഇനി അവൻ്റെ ഫ്രണ്ടിനോട് മൃദുലിൻ്റെ കൂടെ പോയത്. അപ്പോൾ ഇനി ഒരു 7 മണി ആകുമ്പോഴത്തേക്കാണ് കണ്ണനെ കൊണ്ട് അവിടേക്ക് വരിക. ഒരു ഇത്തിരി പോലും അവന് സംശയം ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ അവിടെ നിന്ന് സർപ്രൈസ് ആവോ ഇല്ലയെന്ന് അറിയില്ല. എന്തിനായാലും നമ്മളിപ്പോൾ അവിടേക്ക് പോവാണ്. അപ്പോൾ നമുക്കിനി കേക്ക് വാങ്ങണം. പിന്നെ അവിടേക്ക് പോയിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അപ്പം അതൊക്കെ പോയി ചെയ്യാനുണ്ട്. സോ നമുക്കിനി ബർത്ത്ഡേ വ്ളോഗ് കാണാം. നമ്മൾ ഇപ്പം SP പോയിട്ട് കേക്ക് വാങ്ങാൻ പോവാണ്. ഞാൻ മാത്രമാട്ടോ പോകുന്നത്. അപ്പം ഞാൻ SP പോയിട്ട് കേക്ക് വാങ്ങിയിട്ട് വരാം. ഒരു കംപ്ലീറ്റ് വൈറ്റ് ആയിട്ടുള്ള കേക്കാണ് വിചാരിക്കുന്നത്. കിട്ടുമോന്ന് അറിയില്ല. പോയി വരാം. ഞാനിപ്പോൾ കേക്ക് വാങ്ങിയിട്ട് വന്ന് ഇനി നമുക്ക് നേരെ നമ്മളുടെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് പോകണം. അപ്പം വണ്ടിയൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി എല്ലാവരും ഒന്ന് മാറ്റി ഇറങ്ങിയാൽ മാത്രം മതി. ഇത് കണ്ടോ, സിംബ ബാക്കിലോ ഇന്ന് ഫുൾ ഗ്രൂമൊക്കെ ചെയ്ത് സെറ്റായിട്ട് ഇവിടെ ഇരിക്കുക കേട്ടോ. എല്ലാം മാറ്റി റെഡി ആയിട്ട് ഇരിക്കുക. പക്ഷെ അവനെ ഞങ്ങൾ കൊണ്ടുപോകണില്ല. സോ ഗായ്സ്, നമ്മൾ പറയട്ടെ, പ്രധാനം ഇത്ര വലിയ പരിപാടി നടത്തുമ്പോ നമ്മൾ പറയാക്കാൻ പറ്റുമോ? ചിരിക്കുക നിങ്ങൾ ഇരിക്കുന്നത് ഇവിടെ ഇരിക്കുന്നത്, അത് ഞാൻ ഇവിടെ ഇരിക്കുന്നത്, ഇവിടെ എന്തുണ്ട് അമ്മ ചിരിക്കുക. അമ്മക്ക് സംശയം എജിനെന്താ പറയണേ, എന്താ ഇവിടെ ഉള്ളേ? അങ്ങനെ എങ്ങനെയും പറഞ്ഞ് അമ്മയെന്നുകൊണ്ട് അവര് കാര്യം പറഞ്ഞത് സമാധാനം. അത് ഞാൻ ആഷിന് പറഞ്ഞിരുന്നു. ഞാൻ അമ്മയോട് വലുതാപ്പോഴും പറയണ്ട, ഞാൻ പോണ്ടിച്ചേരി പോയ മഴ ഞാൻ പോയതില്ല. 5 മണി ഞാൻ പോയത്. കാരണം എന്തായാലും അവർക്ക് വിളിക്കാൻ പറ്റില്ല. ഇന്നലെ ഞാൻ വിളിക്കാൻ പോകുമ്പോൾ കണ്ണെങ്കിലും എനിക്ക് പാവം പാവം തോന്നാ. വിശ്വസിച്ച് എന്തെങ്കിലും അമ്മനോട് പറയാൻ പറ്റൂല. അതാണ് അവിടെ തിരിഞ്ഞു കുടുങ്ങി ഇവിടെ വരെ എത്തിച്ചിട്ട് ഓന്റെ മുഖത്തൊരു എക്സ്പ്രഷനും ഇല്ലെങ്കിലോ. ഇഷ്യൂ എനിക്കതാണ് ഇത്രയും സ്നേഹിതന്മാരും എന്താ ഫോട്ടോസ് ഇങ്ങനെ ഒരു രസമില്ലേ പിറന്നാളിന്? കണ്ടങ്ങനെ പറയാ, ഒരു രസമില്ലേ പിറന്നാൾ? 20 വയസ്സായില്ലേ? ഇപ്പോ കഴിഞ്ഞാലും തന്നെ ഞാൻ കേക്ക് മുറിച്ചില്ല, പരീക്ഷ എനിക്ക് കേക്ക് മുറിച്ചില്ല, അങ്ങനെയൊക്കെ പറയാം. എന്തൊക്കെയോ അങ്ങനെ കുറിച്ച് പറയണതല്ലേ? ഇത്രയും ഒരു ഇതാവുന്ന തീരെ വിചാരിച്ചില്ല. ഇവിടെ ബാക്കിലുണ്ടോ ഇതുകൊണ്ട് കേക്ക് ഉണ്ടാവില്ല. ഓൾറെഡി കുറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ നല്ലപോലെ സെറ്റ് ചെയ്ത് വെച്ച് പിന്നെ കുറെ ഫോട്ടോസ് ഉണ്ട്. കുറെ ഫോട്ടോസ് ഇതൊക്കെ നമ്മളിങ്ങനെ ഓരോ ലൈറ്റിൽ സെറ്റ് ചെയ്യാൻ പോവാണ്. കഴുത്ത് തൂക്കി ഓരോരുത്തർ കഴുത്ത് തൂക്കിക്കൊന്ന് തൂക്കാൻ സ്ഥലല്ലേ ഗൈസ്, ഞങ്ങൾ കഴുത്ത് തൂക്കിയാലോ ആലോചിക്കണത്. ഇതിവിടെ ഒട്ടിക്കാൻ പോകട്ടോ. ഓപ്പണ അവിടെ ഒന്ന് ഒട്ടിച്ചോ ഗ്ലാസ്സില്. എന്തിനാ ആ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഒട്ടിച്ചാ പോരെ? ഇപ്പൊ മാലയൊക്കെ വേണേന്. അതുപോലത്തെ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്. ആ 2 എണ്ണം ഉണ്ട്. മോഹൻലാല് എവിടെ? മോഹൻലാല് ഇങ്ങനെയാണ് നമ്മുടെ ഓവറോൾ ലുക്ക് വരുന്നത്.
എൻട്രൻസ് ചെയ്ത് കൂടി അവന് താഴെ കൂടെ തന്നെ വരുത്തല്ലേ? ആ താഴെ കൂടെ ആകുമ്പോഴാണ് ഒരു അങ്ങനെ ഫസ്റ്റ് കാണുമ്പോൾ ഒരു വരുള്ളൂ. നമ്മൾ ഫാമിലി മാത്രമേ ഇപ്പൊ വന്നിട്ടുള്ളൂ, ബാക്കി ആരും ഇവിടെ എത്തിയിട്ടില്ല. അവന്റെ ഫ്രണ്ട്സ് ഒന്നും ആരും വന്നിട്ടില്ല. അവന്റെ ഫ്രണ്ട്സും പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ വന്നാൽ മാത്രമാണ് ഇനിയിപ്പോ ഓനെ അങ്ങോട്ട് വരുത്താൻ പറ്റുള്ളൂ. ഓര് ചോദിക്കുന്നുണ്ട്, ഒരു കടലുണ്ടിയിലാണെന്നാ പറഞ്ഞത്. ഓരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക അങ്ങോട്ട് വരാനായിട്ട്. ഇനിയിപ്പോ ഓനെ മതി പോവാന്ന് പറഞ്ഞിട്ട് പോകുന്ന പോലും അറിയില്ല. അപ്പോൾ ഫ്രണ്ട്സ് ആരും വന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഓരെ വെയിറ്റ് ചെയ്തിട്ട് ഏകദേശം ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ലൈറ്റ്സിന്റെ മുകളിലൊക്കെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഹാങ് ചെയ്ത് ഫോട്ടോസ്, പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓ ഓ വെളിച്ചുണ്ട് വെളിച്ചുണ്ട് വെളിച്ചുണ്ട്. ടേബിളൊക്കെ ഒന്ന് തുളക്കണേ. നോക്ക് തുണിയുണ്ടോ? വേറെ തുണി അയക്കാറുണ്ട്. പണി കഴിഞ്ഞിട്ട് ആളുകൾ വരുന്നത്. അങ്ങനെ പറയാൻ പറ്റില്ല, എല്ലാവരും ഇവിടെ എക്സ്ട്രോവേർട്ട് ആവണം. പറയും മുന്നേ എന്താന്നൊക്കെ പറയാനുള്ളത്. 21 എന്റെ മൈൻഡിൽ കുറച്ചൊരു പ്രായമുണ്ട്. 20ാമത്തെ പിറന്നാള് ഞങ്ങളുടെ സ്നേഹാഭിവാദ്യങ്ങൾ ഈക്കോളം വന്നിട്ടുണ്ട്. ഇപ്പം 7:30 ഞങ്ങൾ 7 മണിക്കാണ് നമ്മളോട് വരാൻ പറഞ്ഞത്. പക്ഷെ ആരും എത്തിയിട്ടില്ല. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്തിക്കുക, എന്നിട്ട് വേണം കണ്ണനെ വിളിക്കാൻ. ഇവിടുത്തെ വ്യൂ കണ്ടോ? ഓ നൈസ് സാധനം ഞാൻ പറയുന്നത്. ഗായ്സ് നൈസ് സ്ഥലമാണ്, എല്ലാവരും പറയട്ടെ. പൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഈവനിങ് ആകുമ്പോ വരണം. പിന്നെ അതിലേക്ക് പനീർ ബട്ടർ മസാല പിറന്നാള് ഇതുവരെ കഴിച്ചില്ല. ഈ 20ാം വയസ്സിലാണ് അവൻ്റെ ഗംഭീരമായി പിറന്നാൾ ഞങ്ങൾ ആഘോഷിക്കുന്നത്. വളരെ ഗംഭീരമായിട്ട് അവൻ്റെ ഫ്രണ്ട്സും ഞങ്ങളുടെ കുടുംബം എല്ലാവരും കൂടി കൂടിയിട്ട് വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പരിപാടികൾക്കാണ് അവന് വെയിറ്റ് ചെയ്തിട്ടാണ്. ബാക്കി എല്ലാം സെറ്റാണ് ഇവിടെ. അവൻ വന്നാൽ മതി, വന്നാൽ ഉടനെ ഞങ്ങൾ കേക്ക് മുറിക്കും, അവന് ഹാപ്പി ബർത്ത്ഡേ പറയും, അടിപൊളിയാക്കും. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് അടുത്ത ആൾക്കാരോട് ചോദിച്ചു നോക്കാം. എന്തായാലും അവൻ വരുന്നവരെ നമ്മൾ ഇവിടെ ഫ്രീ ആണ്. അപ്പൊ ഓരോരുത്തരോട് ചോദിക്കാം നമുക്ക്. കണ്ടാല് എന്താണ് എക്സ്പ്രഷൻ? അവന് ആകെ എക്സൈറ്റ്മെന്റ് ആവോ? അവന് നാണം വരുമോ? ചീത്ത അറിയില്ല. എന്തായാലും എന്താ പറയാ, അങ്ങനെ ഒന്നൊരു എക്സ്പ്രഷൻ എങ്ങനെ ഉണ്ടെന്ന് കാണും. തീരെ വിചാരിക്കാത്ത സംഭവം. തീരെ വിചാരിക്കാത്ത ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് എല്ലാരും എന്താ പറയാ, അവന്റെ ഒരു മാസ് ഡയലോഗിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. എല്ലാരും പറ്റിക്കുന്ന ആളാണ്. മാസ് ഡയലോഗിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. കാരണം ഞങ്ങളൊക്കെ പറ്റിക്കുന്ന ആളാണ്. ഞാൻ എന്താ വെച്ചാൽ അറിയോ, ഓന്റെ ഫേസിൽ ഇത് കണ്ടാൽ എന്തായിരിക്കും, എന്തെങ്കിലും പ്രതികരിക്കുക, ഒരു പ്രതികരണം എനിക്ക് വേറെ പണിയില്ലേ? ആ ചോദിച്ച് ഞങ്ങൾ ചീത്തറിയോ അല്ലെങ്കിൽ ചിരിക്കൂ. ഭയങ്കര ചിരിക്കുവാണ്. അരി ആ പോലും മെസ്സേജ് അയക്കാൻ പറഞ്ഞേ. പരിപാടി ഉഷാറാക്കുക, അത്ര തന്നെ. കണ്ണന്റെ ഇന്നലെ മന്തി അടിച്ചപ്പോളേ ഞാൻ വെച്ച് അല്ല എന്താ ഇവന്റെ ചോദ്യം കിട്ടി പറയാൻ മുട്ടിക്കളയുന്നുണ്ട് നീ. അതല്ല ഞാൻ എന്താ പറയാ, ഞാൻ എന്റെ റിയാക്ഷൻ എങ്ങനെയാന്ന് നമുക്ക് അറിയാൻ വേണ്ടിട്ടാ. ഞാൻ അല്ല എന്തേലും പരിപാടി ടൗണില്. അപ്പൊ അല്ല ഡ്രസ്സ് എടുക്കാൻ. അപ്പൊ ഡ്രസ്സ് എടുക്കാൻ എന്തേലും പരിപാടി ഇല്ല, ഒന്നുമില്ല, പിറന്നാളാണ്. അല്ല പിറന്നാളായിട്ട് എന്റെ പരിപാടി ഇല്ല കേട്ടോ. പിറന്നാളായിട്ട് പരിപാടി ഉണ്ടോ എന്ത് അത് ചോദിച്ചിക്കണേ. ഞാൻ എങ്ങനെ റിയാക്ഷനിലാ ചോദിക്കുന്നത്. എല്ലാം നോക്കി അപ്പൊ ചോദിച്ചു എന്താ പരിപാടി. അപ്പൊ പറഞ്ഞു ഇല്ലയോ എന്തോ ഒരു പരിപാടി ആണോ.
ഇങ്ങനെ ഓൻ എങ്ങനെ മനസ്സിലാവുന്നത്? ഒരിക്കലും മനസ്സിലാവില്ല. ഇവിടെ കാശിലൊരു ഇരിക്കില്ലേ? ഗൈസ് ഇപ്പം സമയം 7:48 ആയി. ഒരു ടീമും കൂടെ, ഒരു 3 ആൾക്കാരും കൂടെ വരാനുണ്ട്. അത് കഴിഞ്ഞിട്ടേ കണ്ണനോട് പറയാൻ പറ്റുള്ളൂ. കണ്ണനോടല്ല, അവൻ്റെ ഫ്രണ്ട്സിനോട് അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഓരോ വെയിറ്റ് നിൽക്കുക ഗൈസ്. ഒപ്പം ഇങ്ങനെ മതി ഓരോ വിളിച്ചോ എന്ന് ഇങ്ങനെ പറയുന്നില്ല. പക്ഷെ ഞങ്ങൾ പിടിച്ചു വെച്ച് നിൽക്കുക. എന്തായാലും ഇത്രയും പ്ലാൻ ചെയ്ത്, അപ്പം പിന്നെ എല്ലാവരും വന്നിട്ട് നമുക്ക് ആ ഒരു സർപ്രൈസ് കാണണമല്ലോ മുഖത്ത്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇങ്ങനെ പിടിച്ചു വെച്ച് നിൽക്കുകയാണ്. അപ്പം ഓരോ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഗൈസ്. ഇനി നമുക്ക് ഓരോപ്പോഴാണ് വരാൻ നോക്കാം. കുറെ നേരമായി പറഞ്ഞിട്ടോ. ഇപ്പം എത്തും, ഫറോക്ക് എത്തി, നല്ലൂർ എത്തിന്ന് കുറെ നേരമായി പറയുന്നത്. എവിടെ എത്തിയെന്ന് അറിഞ്ഞു, വീട്ടിൽ നിന്ന് ഇറങ്ങാണെന്ന് പോലും അറിയില്ല. എല്ലാരും ഇങ്ങോട്ട് ഫേസ് തിരുന്നാ മതി. ഞാൻ ചെയ്തോട്ടപ്പേ. ഓൻ തലയിട്ട് കണ്ടാലേ പാൻസിന് വരുമ്പോ സൈഡിൽ നോക്കിന്ന് വരികയോ. അമ്മേ അല്ലേ, അങ്ങനെ ആയിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചു കേട്ടോ. എനിക്ക് സങ്കടം കേട്ടോ ഞെട്ടിരിക്കുന്നു. കാട്ടിന്റെ സൈഡിലേക്ക് ഇരുന്നോട്ടെ എല്ലാരും. കാട്ടിന്റെ ഈ സൈഡിലേക്ക് ഇങ്ങനെ ഇരുന്നാ മതി, പിന്നെ എണീച്ചാ മതി. സർപ്രൈസ് കിട്ടിയില്ലേ കൈ മുഖത്ത്? നമ്മളെല്ലാരും ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. 2.5 കിലോമീറ്റർ മാത്രമല്ല. ഞങ്ങളുടെ ലൈറ്റൊക്കെ ഓഫാക്കി ഇന്നലെ ഡാർക്കാക്കി വെച്ചിട്ടുണ്ട്. അറിയരുത് എങ്ങനെ കണ്ടോ, ഇവിടെ റോഡാണ്, നേരെ റോഡ്. അപ്പം ഇനിയിപ്പോൾ എങ്ങാനും കണ്ടാലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ലൈറ്റൊക്കെ ഓഫാക്കി സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ എന്നാൽ മാത്രം മതി. സത്യം പറഞ്ഞാൽ ഒരു ടെൻഷനാണ്, കാരണം ഇത്രയും പ്ലാൻ ചെയ്തതൊക്കെ എന്തോ മെസ്സേജ് വന്നിട്ടുണ്ട് കൈസ്. നമുക്ക് നോക്കിയോ കേട്ടെ. മുന്നിൽ കാറൊന്നും ഇല്ലല്ലോ എന്ന്. കാറൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ആക്ച്വലി ആരെ വണ്ടിയില്ല, പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവുന്ന ആൾക്കാരെ വണ്ടിയൊക്കെ നമ്മള് മാറ്റി. അപ്പൊ അവിടെ ഒളിച്ചു നിന്ന് നോക്കുക കേട്ടോ. അപ്പൊ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക കൈസ്. ആക്ച്വലി നല്ല ടെൻഷൻ ആവുന്നുണ്ട്. ഇത്രയും പ്ലാൻ ചെയ്തതൊക്കെ എന്താവും അറിയില്ല. അപ്പൊ കാലൊക്കെ വരക്കണേ, സത്യം എനിക്ക് കാലൊക്കെ വരക്കിട്ട്. ഓക്കെ ഗൈസ്, നമുക്ക് നോക്കാം. എടാ എന്നാ ലൈറ്റ് ഓഫ് ആക്കി. നടന്നു എന്തൊക്കെ ആരെന്തും അറിയില്ല. അയ്യോ ഫുഡ് കഴിക്കാനൊന്നും അല്ല എല്ലാ സർപ്രൈസ് ചെയ്തിട്ട്
ബിരിയാണി ബിരിയാണി അതെ എട്ടിക്കൽ ബിരിയാണി. അതല്ല ഞാനൊരു മന്തി ഞങ്ങളെ മന്തികളാ നിക്കുക അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് അയക്കാനാ പറഞ്ഞു തരാ. അച്ഛനും പറഞ്ഞു മന്തിന്ന് കേട്ടോ ആരും ശ്രദ്ധിക്കണം. ഒരു അടിക്കാരൻ ഒരു 5-6 അടിയുള്ള കണ്ടാലും മുഞ്ചുള്ള പഞ്ചാരയടിക്കാരൻ ഒരു അടിക്കാരൻ ഒരു അടിക്കാരൻ ഒരു 5-6 അടിയുള്ള കണ്ടാലും മുഞ്ചുള്ള പഞ്ചാരയടിക്കാരൻ ഒരു അടിക്കാരൻ ഓന കൊണ്ടാടികളിൽ ഏറ്റവും ഏറ്റവും പവനാർ മുരളി ഓളവരടി വരടി ഓളവരടി ഓളവരടി വരടി ഓളവരടി ദാനി സരിഗാ സരിരി ദാനി സരിരി സാ ദാനി സരിഗാ സരിരി ദാനി സരിരി സാ. നമ്മളെ പാർട്ടി കഴിഞ്ഞു. കണ്ണൻ ഭയങ്കര സർപ്രൈസ് ആയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അവന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇത് അവിടെ ഒരു സെക്ഷൻ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇതാ ഇവിടെ ഈ ഒരു സെക്ഷനിലാണ് ഇരിക്കാൻ പോകുന്നത്. ഗായ്സ് വിശക്കണു ഗായ്സ്. അല്ലല്ല ഞങ്ങൾ ചീത്ത പറഞ്ഞു ഇവര് മറ്റൊരു കാണുന്നു ഇതിന് മുഴുവൻ പിന്നെ മറ്റൊരു കാണില്ല പോയാലോ ഈ വെയിറ്റിംഗ് അല്ലേ അല്ല ഓരെങ്ങാണ്ട് ഫുഡ് ചെറുതായിട്ട് കഴിപ്പിച്ചില്ല എന്നോട് ഇങ്ങനെ പിടിച്ചിരുത്തി അവിടെ കടലുണ്ടി പിടിച്ച് ഞാൻ വിളിക്കുന്നു വരില്ല ഓനെ വിളിക്കണോ വിളിക്കും പക്ഷെ എന്നിട്ട് കണ്ണല്ല ഇപ്പൊ അവിടെ തന്നെ ഇരിക്കാം പെട്ടെന്ന് ഇരിക്കാം വരില്ല. ലാസ്റ്റ് കുറച്ചപ്പോ നല്ല അപ്പൊ ഇവിടെ ഓർഡർ എടുക്കാം വാന്ന് പറഞ്ഞിട്ട് അപ്പൊ അവരിങ്ങനെ ഇരിക്കും. ലൊക്കേഷൻ അയച്ചെടുത്ത് ഓര് കുറച്ച് കഷ്ടപ്പെട്ടുണ്ടാവും പ്ലാൻ നടത്താൻ. ഒരു തുള്ളി കിട്ടാതെ പോയിട്ടുണ്ടേ എങ്ങനെയെങ്കിലും അറിയാതെ ഇത്രയും പ്ലാൻ നടക്കുന്നില്ല. ഇവിടുന്ന് ഇവിടെ കാണുന്നതാ താരൊക്കെ കണ്ട മനസ്സിലായോ? ആ ചെറിയ സ്പേസാ കാണില്ല ആദ്യം അങ്ങോട്ട് പോയി കുട്ടികൾക്കൊക്കെ മനസ്സിലാവും. അവിടെ സക്സസ് ഈ ക്ലൂ കിട്ടാത്തതാണ് സക്സസ്. ആ വിശന്നിട്ടാണ് വന്നത് ഇങ്ങോട്ട് കണ്ടി ഇവിടെ പോയി പ്രതീക്ഷയില്ലല്ലോ. മോനെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ആഗ്രഹം ഉണ്ടാവും കേട്ടോ മനസ്സില്. ഞാൻ പറഞ്ഞിട്ടുണ്ടാവും അതാണ് അതുകൊണ്ടാണ് മാറിയില്ല. ഇങ്ങനെ രസല്ലേ ഇങ്ങനെ സസ്പെൻസ് കൊടുക്കണേ. അന്ന് വെച്ചിട്ട് എനക്ക് സസ്പെൻസ് ഇല്ല കേട്ടോ. അവന്റെ അടുത്ത് വരുന്നുണ്ട്. നമ്മള് മന്തിയാണ് ഓർഡർ ചെയ്തത്. ഇവിടെ ബാക്കിയുള്ളവരൊക്കെ വെജീസ് ആണ്. ഇത്ര ആൾക്കാർ വെജാണ്. പക്ഷെ എത്രയോ ഇങ്ങനെ പ്ലാൻ നടക്കുന്ന ഒരു ഇത് പോയില്ല ഇവിടേക്ക് ചേച്ചി ഞാൻ വണ്ടി എടുത്ത് പോയപ്പോ നമുക്ക് പപ്പനെ കൂട്ടനൊക്കെ ചോദിക്കണ്ടേ എന്തോ പരീക്ഷ ഒക്കെ ഞാൻ റെയിൽവേന്റെ പരീക്ഷ ഒക്കെ എന്ത് റെയിൽവേ പരീക്ഷ നേരെ വേഗം പോയാൽ അതാണ് അത് കുറെ സമയമൊക്കെ പറഞ്ഞു കാരണം എത്ര പെട്ടെന്ന് വേഗം വരുന്നേ കപ്പലെന്ന് പറയുമ്പോ ബൈ കേട്ടോ. നമ്മളെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞു. എല്ലാ പാർട്ടി കഴിഞ്ഞ് നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോവാണ്. അടിപൊളിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്രോഗ്രാം ഫുൾ കഴിഞ്ഞ് നമ്മൾ വിചാരിച്ച പോലെ
നമ്മൾ വിചാരിച്ച പോലെ എല്ലാം ഭയങ്കര സക്സസ് ആയി. ഞങ്ങൾ വിചാരിച്ച എന്തെങ്കിലും ഒന്ന് എവിടെയെങ്കിലും ഒന്ന് പാളി പോകാൻ ശരിക്കും പേടിച്ചിട്ടുണ്ടേന്, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. കാരണം ശരിക്കും സർപ്രൈസ് ആയി. ഓന് ഫുഡ് പോലും, മന്തി ഒരു പ്ലേറ്റ് പോലും കഴിക്കണം, ഓന് ഫുഡ് പോലും കഴിക്കാൻ വേണ്ട, അത്രയ്ക്കും സർപ്രൈസ് ആയി. അപ്പൊ നമ്മള് പോവാണ്. ഈ വ്ളോഗ് കൂടെ എൻഡ് ചെയ്യാണ്. എല്ലാരും ഹാപ്പിയാണ്. എന്താ പറയാ, എത്ര കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഗ്രാൻഡ് ആയിട്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ്. Everyone's happy. Guys, bye. Bye guys.